ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ കെ രാജൻ അവർകൾ, KHRAയുടെ സ്വന്തം MLA നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ അഹമ്മദ് ദേവർകോവിൽ MLA, KHRAയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണ പൊതുവാൾ, KHRAയുടെ ട്രഷറർ ശ്രീ മുഹമ്മദ് ഷെരീഫ്, നമ്മളുടെ ഏതാണ്ട് 6 വർഷക്കാലമായിട്ട് നമ്മുടെ ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള ശ്രീ മുഹമ്മദ് അലി MD പാരിസൺ, അതുപോലെ തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന അബാദ് ഫുഡ്സിൻ്റെ MD ശ്രീ TP മധു, ഒപ്പം തന്നെ ഹയാത്ത്, നമ്മളൊരു ഹോട്ടലാണ്. ഹയാത്ത് എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടൽ കുലപതി എന്ന് പറയാവുന്ന കേരളത്തിലെ മാത്രമല്ല പ്രവാസി മേഖലയിലൊക്കെ നമുക്കെല്ലാം എന്നും ഒരു മാതൃകാപുരുഷനായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ ശ്രീ പത്മശ്രീ യൂസഫ് അലിയുടെ ലുലു കൺവെൻഷൻ സെൻ്ററൊക്കെ സ്ഥിതി ചെയ്തിൻ്റെ ഈ സ്ഥാപനങ്ങളുടെ GM ശ്രീ വിനോദ്, മറ്റ് KHRAയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ശ്രീ ബിജുലാൽ, ശ്രീ പ്രസാദാനന്ദ ഭവൻ, മറ്റ് പ്രിയപ്പെട്ട സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രിയമുള്ള അംഗങ്ങളെ, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന പ്രിയ വ്യക്തിത്വങ്ങളെ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ 60ാമത് സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പൊതുസമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. 2 സമ്മേളനമാണ് ഇത്തവണ. എല്ലാ തവണയും ഒരു സമ്മേളനമായിരുന്നെങ്കിൽ ഇത്തവണ പൊതുസമ്മേളനവും സമാപന സമ്മേളനവുമായിട്ട് 2 ദിവസമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. എന്തായാലും ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമുക്കെല്ലാം പ്രിയങ്കരനും, നമുക്കറിയാം ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ എന്നും നേരിട്ടറിയുന്ന ഇവിടെ ശ്രീകുമാർ സാർ ഇരിപ്പുണ്ട്. ശ്രീകുമാർ സാറുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് ഹോട്ടൽ മേഖലയിലെ നിരവധി വിഷയങ്ങൾ എന്നും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ശ്രീ റവന്യൂ വകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാമെങ്കിലും ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവരുടെ അംഗങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അവരുടെ നാവായിട്ട് 1-2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും വിനീതമായിട്ട് പറയുവാനുള്ളത്, കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല വലിയ ഒരു പ്രതിസന്ധിയിലാണ്. ഇത് ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. പഴയ കാലങ്ങളിലെല്ലാം നമ്മൾ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞപ്പോഴും ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പല വഴികൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് ശക്തമായ സാമ്പത്തിക മാന്ദ്യം കേരളത്തെ പിടിച്ചുലയ്ക്കുകയും, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ കേരളത്തിൽ ശക്തമായ സാമ്പത്തിക മാന്ദ്യം മൂലം ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. അടച്ചുപൂട്ടൽ ഭീഷണിയല്ല, ഏതാണ്ട് നമ്മുടെ കണക്കനുസരിച്ച് 15,000-ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. നമ്മൾക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ, ഒരു കേരളത്തിൻ്റെ പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇനത്തിലുള്ള വരവിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറുകിട വ്യാപാര മേഖലയെ ഒരിക്കലും അവഗണിക്കാനോ അവയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി വന്നാൽ അവയെ താങ്ങി നിർത്താനുള്ള ചുമതല ജനാധിപത്യ സർക്കാരുകളുടെ ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇന്നിവിടെ വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് ഏറ്റവും കൂടുതൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുമായിട്ട് സർക്കാരുമായിട്ട് സഹകരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജേഷ് മിനിസ്റ്റർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ യോഗത്തിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ്, സർക്കാരുമായിട്ട് സഹകരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സംഘടന അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ്. അപ്പോൾ നമ്മൾ സമൂഹത്തിലെ ഇന്ന് കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാനല്ല ആഗ്രഹിക്കുന്നത്, അത് സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് പരിഹരിക്കുകയും ഒപ്പം തന്നെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി വിധിയുണ്ട്. നമുക്കറിയാം, പല കാര്യങ്ങളിലും കോടതി ശരിയായ ബോധമില്ലാതെ കോടതി ലക്ഷ്യത്തിന് ചിലപ്പോൾ കേസെടുക്കുന്നതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. പലപ്പോഴും പല ജഡ്ജ്മെൻറ്റും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ പല ജഡ്ജ്മെൻറ്റുകളും ഇവിടുത്തെ
ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയെ ശക്തമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാർ ഓർമ്മിക്കണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തമായിട്ട് ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യാത്ത പല സ്ഥാപനങ്ങൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ സാമ്പത്തിക ബാധ്യതയിൽ ഒരു ദിവസം 1000 രൂപ പോലും വേതനം കിട്ടാത്ത ചെറുകിട സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 10,000-ഉം 15,000-ഉം 20,000 രൂപയും ഫൈൻ അടിക്കുകയാണ്, ഓടയിലേക്ക് വെള്ളം ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനോടൊപ്പം തന്നെ FSS ഉദ്യോഗസ്ഥരുടെ ഫൈൻ, അതിനൊപ്പം തന്നെ ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെ ഫൈനുകളുടെ ഇത് മായ പ്രപഞ്ചമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. നിലനിൽക്കാൻ സാധിക്കുന്നില്ല. വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടായിട്ടുള്ളത്. അത് സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്തൊരാവശ്യം ചെന്ന് പറഞ്ഞാലും കഴിവിൻ്റെ പരമാവധി സർക്കാരുകൾ അതിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. പക്ഷേ എന്നിട്ട് ലൈസൻസ് തരാത്ത ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. എനിക്കിവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഒരു പൊതു സംവിധാനം വേണം. ചെറുകിട ഹോട്ടലുകൾക്ക്, സ്റ്റാർ ഹോട്ടലുകൾക്കാവാം. ഭൗതിക സാഹചര്യങ്ങളുള്ള ഏതൊരു സ്ഥാപനങ്ങളും സ്വന്തമായിട്ട് ഉറവിട മാലിന്യ സംസ്കരണം നടത്തണമെന്ന് തന്നെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നിലപാട്. മറ്റുള്ള ചെറുകിട സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സർക്കാരല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. യാതൊരുവിധ സമൂഹത്തിനോട് പ്രതിബദ്ധതയും ബാധ്യതയും ഇല്ലാതെ, നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു പൊതു സംവിധാനം കൊണ്ടുവന്നാൽ അതിനെ ആദ്യം എതിർക്കുന്നത് രാഷ്ട്രീയം നോക്കണ്ട, ഏതെങ്കിലും ഒരു കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ ആയിരിക്കും. എൻ്റെ വാർഡിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എതിർക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അശാസ്ത്രീയമായ നിലപാടുകളാണ്. നഗരസഭയിലേക്കും പഞ്ചായത്തിലേക്കും ജയിക്കുന്ന ജനപ്രതിനിധികൾ അവർ നഗരസഭയുടെ പ്രതിനിധികളായിട്ടല്ല, വാർഡ് കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആയിട്ട് മാറുമ്പോൾ അവിടെ ചെറുകിട വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഏതെങ്കിലും ഒരു കൗൺസിലറോട് അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പിറ്റേ ദിവസം ഉദ്യോഗസ്ഥർ വന്ന് കടയിൽ കയറും, അവരന്യായമായിട്ടുള്ള ഫൈൻ ഈടാക്കും. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അതിനൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത്, ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഒരു പൊതു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഏത് രീതിയിലും അതുമായിട്ട് സഹകരിക്കാൻ 100% തയ്യാറാണെന്ന് ഏറ്റവും വിനീതമായിട്ട് അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, 3 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 പാർലമെൻറ്റ് പാസ്സാക്കിയ FSS നിയമം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. FSS നിയമത്തിലൊരു കാര്യം പറയുന്നുണ്ട്, ഈ നിയമം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ സംസ്ഥാനത്ത് നിലവിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും നിയമങ്ങളുമുണ്ടെങ്കിൽ അത് അസ്ഥിരപ്പെടുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യമെങ്കിലും നമുക്ക് വേണ്ടേ? ഒരു നിയമമില്ലാത്ത ഒരു കാര്യത്തോടും നമുക്ക് വേണ്ട. ഏതെങ്കിലും സ്ഥാപനങ്ങൾ മോശമായ ഭക്ഷണം കൊടുത്താൽ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിയമപരമല്ലാതെ പെരുമാറിയാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒരിക്കലും എതിരല്ല. FSSയുമായിട്ട് ചേർന്നുകൊണ്ട് 3000-ഓളം നമ്മൾ ക്യാമ്പുകൾ നടത്തി. ഇന്നും ഇവിടെ ഭക്ഷ്യ സെമിനാറുകൾ നടത്തി. മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടന. നമുക്കറിയാം, വയനാട്ടിൽ, ഞാനത് എടുത്തൊന്ന് പറയുകയാണ്, വയനാട്ടിൽ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ ഏതാണ്ട് 50 ദിവസത്തോളം, ആദ്യത്തെ 30 ദിവസം പിന്നെ 20 ദിവസം സ്വന്തമായിട്ട് നമ്മളവിടെ സ്വന്തമായിട്ട് ജനകീയ അടുക്കള നമ്മുടെ പേരിലല്ല, സർക്കാരിൻ്റെ പേരിൽ അവിടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തത്. കളക്ടർ നമുക്ക് പ്രത്യേകമായിട്ട് മൊമെൻ്റ് ഒന്ന് ആദരിച്ചു. എന്നിതൊക്കെ പറയുന്നത്, സമൂഹത്തിനോട് സർക്കാരിനോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയിലെ അംഗങ്ങൾ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു ജനാധിപത്യ സർക്കാരിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനോട് അനുഭാവപൂർണ്ണമായൊരു നിലപാട് സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് വിനയമായിട്ട് പറയുവാനുള്ളത്. ഇവിടെ ഫുഡ് സേഫ്റ്റി നിയമം നിലവിൽ വന്നു. ഫുഡ് സേഫ്റ്റി നിയമത്തിൽ എന്താണ് പറയുന്നത്? ഒരു സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി പരിശോധിക്കുവാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ നിരന്തരമായ നിവേദനം കാരണം അവരൊരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറി മോശമായ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ FSS ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയൂ, അവർ നടപടിയെടുക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം, പൊതുജനാരോഗ്യ നിയമപരമായിട്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഹൈജീൻ പ്രശ്നങ്ങളിലൊക്കെ നടപടിയെടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് ഒക്കെ അധികാരമുണ്ട്. ആ അധികാരത്തെ 100% നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട്
ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും, അപ്പം നമ്മുടെ പേര് കേസെടുക്കാൻ നിവൃത്തിയില്ല. കാരണം അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥനറിയാം ഞാൻ പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ നിയമപരമായ നടപടിയെടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. പക്ഷെ അതിനെ എതിർക്കാനുള്ള കഴിവ് ഹോട്ടലുകാർക്കില്ല. കാരണം എന്താണ്? പൊതുസമൂഹം നമുക്കെതിരാണ്. പഴയ ഭക്ഷണം കൊടുത്തിട്ട് അത് പിടിച്ചെടുക്കുമ്പോൾ അവൻ നിയമം പറയുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കുമെതിരെ കുതിര കയറുമ്പോൾ നമ്മളവിടെ തീർത്തും അസ്തപ്രജ്ഞനായിട്ട് നമുക്ക് നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. നാം പറയുന്നത് FSSA നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്താൽ അത് നിയമപരമായിട്ട് ലാബിലേക്ക് പരിശോധന അയക്കുകയും ആ ഹോട്ടൽ ഉടമയ്ക്ക് വേണമെങ്കിൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷിക്കാനുള്ള അധികാരം FSSAക്കുണ്ട്. അത് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനു പകരം ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തോട്ട് യാതൊരു പരിശോധനയുമില്ലാതെ മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് പേരെഴുതി വെച്ച് 50-60 വർഷം ഈ സമൂഹത്തിന് നിസ്വാർത്ഥമായി സേവനം ചെയ്ത പാവപ്പെട്ട ഹോട്ടലുകാരുടെ യശസ് ഇടിച്ചുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രിയെ നശിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം ടൂറിസത്തെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുന്നത് ഇവിടുത്തെ ഹോട്ടലുകാരാണ്. അങ്ങനെയുള്ള ടൂറിസം, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ടൂറിസം സോഷ്യൽ മീഡിയയിൽ മൊത്തം പരക്കുകയാണ്. എന്താണ് പരക്കുന്നത്? ഈ കേരളത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ രോഗികളായിട്ട് മാറുമെന്നുള്ള രീതിയിൽ കേരളത്തിലെ ഭക്ഷണത്തെ മുഴുവൻ താറടിച്ച് കാണിച്ചുകൊണ്ടുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും അശാസ്ത്രീയമായ പ്രചരണവും നിയമ നടപടികളുമാണ്. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അഭ്യർത്ഥനയും വിനീതമായൊരു റിക്വസ്റ്റും കൂടിയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം GSTയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മന്ത്രിയോട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ 2 കാര്യങ്ങൾക്ക് ഞങ്ങൾ നേരിടുന്ന ഈ 2 പ്രശ്നങ്ങൾക്ക് നിയമപരമായ കാര്യങ്ങളാണ്. നഗരപാലിക നിയമത്തിൽ പറയുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം. നഗരപാലിക നിയമത്തിൽ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സാധനങ്ങളുടെ ചുമതലയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് യൂസർ ഫീ മേടിക്കാം. പക്ഷെ നമ്മൾ അതും വേണ്ട. ഇന്നത്തെ കേരളത്തിലെ ജനസാന്ദ്രത കൂടി ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒറ്റയ്ക്കത് നടക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പൊതു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മളും കൂടി കൂടാം. 10 ഏക്കർ സ്ഥലം നമുക്ക് പെരുമ്പാവൂർ കിടക്കുന്നുണ്ട്. അവിടെ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി ശുചിത്വ മിഷനുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ധാരണ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം അളന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഞാൻ സമയക്കുറവ് പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഇന്ന് നമുക്കിടെ ശ്രീ മുഹമ്മദ് അലി അദ്ദേഹം പറയുകയുണ്ടായി, നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലൊരു ക്ലാസ് പോലെ തന്നു. ഈ ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് ഞങ്ങളുടെയും താല്പര്യം. പക്ഷെ ജനഹിതം എതിരാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ മൈദ നിർത്തേണ്ടി വരും. ഷുഗറുള്ള പേഷ്യൻസിന് മൈദ കൊടുക്കരുതെന്നാണ് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിൻ്റെ മാത്രം കുറവല്ല, വ്യായാമത്തിൻ്റെ എക്സർസൈസിൻ്റെ ഒക്കെ കുറവുകൊണ്ടാണ് പലപ്പോഴും ഈ ആഹാരം തന്നെ കഴിഞ്ഞ തലമുറയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ വരാൻ കാരണം വ്യായാമമില്ലാത്ത ജീവിതവും ഭക്ഷണത്തിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല. എന്തായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മലപ്പുറത്ത് അവിടുത്തെ കളക്ടർ പറഞ്ഞു മധുരമില്ലാത്ത ചായയ്ക്ക് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ സഹകരിച്ചു. ഗവൺമെൻറ് ഒരു ഭക്ഷ്യനയം കൊണ്ടുവന്നാൽ പൊതുസമൂഹത്തിന് ആരോഗ്യകരമായ ഭക്ഷണം, ശുചിത്വം മാത്രം പോരാ, ശുചിത്വമുള്ള ആഹാരം വേണം. ശുചിത്വം വേണ്ട എന്നല്ല. പക്ഷേ FSSA നിയമം ശക്തമായിട്ട് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കുഴപ്പം ശുചിത്വത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങളുടെ ക്വാളിറ്റി മേന്മയ്ക്ക് പ്രാധാന്യം കുറയുകയും ചെയ്യുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുകയും രോഗികളായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പഠനം നടത്തണം. ആ പഠനത്തിൽ എന്താണ് നല്ല ഭക്ഷണം എന്നൊരു കൺസെപ്റ്റ് കൊടുത്തുകൊണ്ട് നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. കാരണം ചെറുപ്പത്തിലെ കുട്ടികളെ തന്നെ അത് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ് നല്ല ഭക്ഷണം എന്താണെന്നുള്ളത്. അപ്പം നല്ല ഭക്ഷണം എന്നൊരു കൺസെപ്റ്റ് അതൊക്കെ നമുക്ക് മാത്രം സാധിക്കുന്ന കാര്യമില്ല, അതൊക്കെ സർക്കാരിന് സാധിക്കുന്ന കാര്യമാണ്. ആ രീതിയിൽ നല്ലൊരു സമൂഹത്തെ, നല്ല ആരോഗ്യമുള്ളൊരു ജനതയെ കെട്ടിപ്പടുക്കാൻ സർക്കാർ മുന്നോട്ട് വന്നാൽ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ കെ രാജൻ അവർ ഇവിടെ എത്തിച്ചേർന്നതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളുടെ പേരിലും നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.